ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ആദിലയും നൂറയും കൂടി ഇരുന്നിട്ട് 6 ദിവസം കൂടി ഉള്ളൂ ഇനി പോവാൻ എന്നും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് അനീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് ഇവർ പറയുന്നുണ്ട് ഇനി 6 ദിവസം കൂടി ഉള്ളൂ പോകാനായിട്ട്. പോയി കഴിഞ്ഞാൽ അനീഷേട്ടൻ ഞങ്ങളെയൊക്കെ മറക്കുമോ, ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും കൈ കൊടുത്തുകൊണ്ട് അനീഷേട്ടൻ പറയണം ഉറപ്പായിട്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ഉണ്ടാവും, ഇതുപോലെ തന്നെ നല്ല സൗഹൃദം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആൾ നിങ്ങൾ ഇനി സംസാരിക്കുക എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് പറയാണ് ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് അനീഷേട്ടൻ എത്ര ഇഷ്ടം. അനീഷേട്ടൻ ഒരു പാവം മനുഷ്യനാണ്. ഇവരുടെ ഇയാളുടെ ഈ ലവ്വൊക്കെ സ്ട്രാറ്റജി ആണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അല്ല, അയാളൊരു നല്ല മനുഷ്യനാണ്. അപ്പം നൂറ പറയുന്നുണ്ട് ഇതുപോലൊരു ജെന്യുവനായിട്ടുള്ള ലോയൽറ്റി ഉള്ള ഒരു ആളെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണവർക്കാണ് ഇങ്ങനെയുള്ള ഒരാളെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവർ അനുവിൻ്റെ കാര്യം എടുത്തിടാണ്. അപ്പോൾ നൂറ പറയാണ് അനുവിന് അവളുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്, ആ സങ്കല്പം അനുസരിച്ചിട്ടുള്ള ഒരാളായിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നാണ് അനു പറയുന്നത്. അനീഷേട്ടൻ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല, പക്ഷേ നല്ല ജെന്യുവനായിട്ട് ലോയലായിട്ടുള്ള ഒരാൾ എന്നെ തേടി ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. നൂറ പറയാണ് ഇങ്ങനെ നല്ല ജെന്യുവനും ലോയലായിട്ടുള്ള ഒരു മനുഷ്യനെ കിട്ടണമെങ്കിൽ അത് ഭാഗ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നൂറയും ആദിലയും അനീഷേട്ടനെ കുറിച്ചിട്ട് അവിടെ സംസാരിക്കുന്നത്.